ഹലോ, ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം. ഗെറ്റ് റെഡി മീ എന്നൊക്കെ പറയാം. രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതിനുള്ള തിരക്കിട്ട പണിയിലാണ്. ഉച്ചക്ക് മന്തി ഉണ്ടാക്കുക. രാവിലെ പിന്നെ വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. മന്തിക്കുള്ള ചിക്കൻ മസാല പൊതിപ്പിച്ച് ഉറക്കാനാക്കിയിട്ടുണ്ട്. പരിപാടി പാസ്തയിലേക്കുള്ള സാധനങ്ങൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാസ്ത വേവിക്കാനുള്ള വെള്ളം വെച്ച് പാസ്ത ഇട്ടിട്ടുണ്ട്. മന്തിയിൽ നിന്ന് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിങ്ങാൻ അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പാല് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പാസ്ത അതേപോലെ വേവിച്ചിങ്ങാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സോസിനേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് കുറച്ചൊരു ക്യാപ്സിക്കം ഉണ്ട്, അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ചിക്കൻ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനത്തെ എല്ലാ പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച സാഞ്ചിയിൽ കൊടുവള്ളി സാഞ്ചി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുണ്ട്, അവിടെയും പോകണം. പിന്നെ കാക്കൊരു സ്ഥലമുണ്ട് കൊടുവള്ളി, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. മനുഷ്യരുടെ കാര്യമല്ലേ, അപ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അവിടെ ഒന്ന് പോകണം. പോകാനൊരു കാരണമുണ്ട് കേട്ടോ. പാസ്തയിലേക്കുള്ള വൈറ്റ് സോസാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടി സെറ്റ് ആക്കിയാൽ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പാസ്ത റെഡിയായിട്ട്. ഇതിൻ്റെ അടുത്ത് നമ്മുടെ അരി എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഓൻ്റെ വീഡിയോ എടുക്കാനായപ്പോഴേക്ക് സ്റ്റോറേജ് ഫുള്ളായി. പിന്നെ കുറേ ഡിലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞാലാണ് കേട്ടോ പിന്നെ ബാക്കി പരിപാടി തുടങ്ങുന്നത്. ഇത് മന്തിക്കുള്ള റൈസ് കുക്ക് ചെയ്യാണ്. പിന്നെ ഞാൻ ചിക്കൻ നേരത്തെ വേവിച്ച് വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതെല്ലാം കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ചായ കുടിക്കാൻ നിന്ന് കേട്ടോ. അടിപിടി കൂടി ചായ കുടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ചായ കുടിക്കുന്ന സമയത്ത് അടിപിടി കൂടിയില്ലെങ്കിൽ അലിയാർക്കൊരു സമാധാനം ഉണ്ടാവില്ലേ. നമ്മുടെ സ്ഥലം കൊടുവള്ളി കച്ചേരി മുക്കിലാണ്. അങ്ങനെ നമ്മളിത് ആ സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ ആ കാട് മൂടി കിടക്കേണ്ട ഒരു തവണ കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയതാണ്. വീണ്ടും മഴയൊക്കെ പെയ്തപ്പം കാട് മൂടി കിടക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ വന്നത് ഈന്തുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അത് മൂടാൻ വേണ്ടിയിട്ടാണ്. ഈന്തിനിപ്പോൾ നല്ല വില ആണല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട് 10ാം ക്ലാസ്സിൻ്റെ. ആ ഗ്രൂപ്പിൽ ഒരാളിങ്ങനെ ഈന്തുപൊടി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പം ഇതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചപ്പോൾ 950 എന്നൊക്കെ കേട്ടപ്പോൾ പിന്നെ നമ്മൾ വെറുതെ നമ്മൾ ഇതുവരെ ഇതെടുത്തിട്ടില്ല. അവിടെ വാങ്ങുന്ന മുതൽ ഉണ്ടാവലൊടുങ്ങിയിട്ട് നശിച്ചു പോകലാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അതൊന്ന് മൂടാലോ വിചാരിച്ച്. അപ്പോൾ ഇവിടെ അവിടെ ഇട്ടേര് നന്നാറിൻ്റെ വേര് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞിട്ട് ഇതിനോണ്ടാണ് സർവത്ത് ഉണ്ടാക്കല് ഒക്കെ കാട്ടിക്കൊടുത്ത്. പറമ്പിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടെ നിന്നൊരു 1/4 മണിക്കൂർ യാത്ര ചെയ്ത സൂപ്പർ മാർക്കറ്റിലെത്തും. ഞങ്ങൾ 3/4 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. അത് എപ്പോൾ പോയൊക്കെയാണെങ്കിൽ കൊടുവള്ളി ആ ഒരു ഭാഗത്ത് നല്ല തിരക്കാണ്. വണ്ടി ഒരു 3/4 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടേ നമ്മൾ എത്തേണ്ട സ്ഥാനത്തെത്തുള്ളൂ. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലെത്തി. ഓഫർ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള അല്ലറ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ മക്കളെ വല്ലാണ്ട് വിഷമിച്ച ഒരു സംഭവം ഉണ്ടായി കേട്ടോ. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.